അപ്പൊ പാർവതി ആൻഡ് വരുൺ, വെൽക്കം ടു ദ ഷോ. ഹലോ ഹലോ. ഞാനിവിടെ വന്നപ്പോ തൊട്ട് കേട്ടോണ്ടിരുന്ന ഒരു കാര്യമാണ്, ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയ കഥ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ചേച്ചി എന്നാലും സാരല്ലടാ. എനിക്കൊരു അപേക്ഷയുണ്ട്, ഇത് കണ്ടിട്ട് ആരും എന്നെ അൺഫോളോ ചെയ്ത് കളയരുത്. ഓ, എന്താ സംഭവം പറ കേക്കട്ടെ. അപ്പൊ ഞാൻ +2 പഠിക്കുക, അല്ല 10 പഠിക്കുക. അപ്പം മൈസൂര് പോയി കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി മൈസൂര് ബിരിയാണി ഒക്കെ തകർത്ത് തിന്നും. പിന്നെ മൈസൂര് പാലസിൽ ചെല്ലുമ്പോൾ നമ്മുടെ മാങ്ങയില്ലേ, ഉപ്പിലിട്ട മാങ്ങ, അതൊക്കെ ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ നമ്മൾ ആ പ്രായത്തിലൊക്കെ ഒരു കൊതിയാണല്ലോ. കൊച്ചുകുട്ടിയല്ലേ, കൊതി തീരുന്ന വരെ നെല്ലിക്ക, മാങ്ങ, ചാമ്പയ്ക്ക എന്ന് ലവലോലിക്ക എല്ലാം കഴിച്ചു. അപ്പൊ എന്റെ അപ്പച്ചി അവിടുത്തെ ടീച്ചറാ. അതിനൊന്നും ഇല്ലേ? അപ്പച്ചി എന്റെ അടുത്ത് ചോദിച്ചു, എടി ഇവിടെ ബാത്റൂം ഉണ്ട്, നിനക്ക് വേണേ പൊക്കോ, ഇനി കൊറേ ചെന്നിട്ട് ബാത്റൂം ഉള്ളൂ എന്ന് പറഞ്ഞു. നേരാണോ? പിന്നല്ലാതെ സത്യമാണോ? ഞാൻ പറഞ്ഞു വേണ്ട അപ്പച്ചി, എനിക്ക് പോകണ്ട, ഐ എം ഓക്കെ. വണ്ടി ഇട്ട് ഞാനായിരുന്നു വണ്ടിയിലെ ഏറ്റവും തുള്ളൽ, ഞങ്ങളെ ഗ്യാങ് ആയിരുന്നു ഏറ്റവും തുള്ളൽ ബസ്. ആണോ? ഭയങ്കര. ഈ മൈസൂരിന്ന് വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോ പഠിപ്പുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോയി. പാറു അല്ലേ ഇത്ര നേരം ഇളക്കിക്കൊണ്ടിരുന്നേ, വരാലോ എന്ന് പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ നമ്മുടെ ഒരു അസ്വസ്ഥത വന്ന് തുടങ്ങി. എനിക്ക് മനസ്സിലായി ഡാൻസ് കളിച്ച പണി പാളും. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മൂർധന്യാവസ്ഥ ഉണ്ടല്ലോ, പീക്ക് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോ ഞാൻ പിന്നെ ഡ്രൈവറേട്ടന്റെ ഇപ്പുറത്തൊരു കിളിച്ചാടുണ്ട്. അച്ഛൻ പറഞ്ഞു, ചേട്ടാ കട്ടർ അധികം ചാടണ്ട കേട്ടോ, അവസാനം ഞാൻ മരിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോ അപ്പച്ചോട് പറഞ്ഞു, അപ്പച്ചി എനിക്ക് ബാത്റൂമിൽ പോകണം. ഇങ്ങനെ ഇരിക്കണ്ട, ചമ്പ്രം പടിഞ്ഞിരുന്നു ഈ സദ്യ ഉണ്ടാക്കിയിരിക്കണ പോലെ. എനിക്കൊന്നും അകത്തോട്ട് ഇറങ്ങില്ല, അകത്തുള്ളത് പോകാതെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു 5 മിനിറ്റ് കൂടെ ഉള്ളു ടോയ്ലറ്റ്. പിന്നെ ദീപ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു, ബാ മോളെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഞാനന്ന് ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ റോബോട്ട് നടക്കുന്നത്, അനങ്ങാൻ പറ്റത്തില്ല, ഇറങ്ങിയാ കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. ഞാൻ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ അവിടെ വെള്ളമില്ല, ടിഷ്യൂ മാത്രമേ ഉള്ളൂ. ഞാൻ കാര്യം സാധിച്ചു കഴിഞ്ഞ് ഞാൻ ആ സാധനത്തിലോട്ട് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഇവിടെ മുളയരി പായസം ഇല്ലേ, മുളയരി പായസം. ആ ടോയ്ലറ്റ് മുളയരി പായസവും പരിപ്പൂടെ കലർന്ന അതിലായിരുന്നു ഞാൻ എന്റെ കാര്യം സാധിച്ചത്. പിന്നെ ഏത് മാഷാണ് നിന്നെ പഠിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. കണ്ണുകൊണ്ട് കണ്ടു, ഇങ്ങനെ വട്ടത്തില് പിസല്ല മുളയരി പായസ കറക്റ്റ്. കാക്കൂസൊന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. അയ്യോ, സത്യമാണോ? സത്യമാണ്. എന്താ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക.